ആധുനിക മനഃശാസ്ത്രത്തിലെ മൂന്നാമത്തെ വിപ്ലവമായി കരുതപ്പെടുന്ന ഒരു സമീപനമാണ് കമ്മ്യൂണിറ്റി സൈക്കോളജി. ഈ ആദ്യത്തെ വിപ്ലവം പീനൽ എന്ന ഒരു ഡോക്ടർ മനോരോഗികളെ ചങ്ങലക്കിടുന്നതിൽ നിന്ന് മോചിപ്പിച്ചു. അതാണ് ആദ്യത്തെ വിപ്ലവം. രണ്ടാമത്തെ വിപ്ലവം ഫ്രോയിഡും സൈക്കോ അനാലിസിസും. മൂന്നാമത്തെ ശക്തി അല്ലെങ്കിൽ വിപ്ലവമാണ് കമ്മ്യൂണിറ്റി സൈക്കോളജി. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു മനഃശാസ്ത്രജ്ഞൻ ഒരു വ്യക്തിയെ ഒരു സമയത്ത് കണ്ട് എന്തോ ചെയ്ത് അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് എന്നതാണ്. പക്ഷേ കമ്മ്യൂണിറ്റി സൈക്കോളജി ഈ ഡയാഡിക് ഇൻട്രാക്ഷൻ അല്ല. ഡയാഡിക് എന്ന് പറഞ്ഞാൽ രണ്ടുപേർ തമ്മിലുള്ള ഇടപെടൽ, അതിനല്ല. നേരെ മറിച്ച് പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ വഴിയുള്ള ഇടപെടലിനാണ് പ്രാധാന്യം. ഈ ഗ്രൂപ്പ് അപ്രോച്ച് ഫ്രോയിഡിൻ്റെ കാലത്ത് തന്നെ തുടങ്ങി. ഫ്രോയിഡിൻ്റെ ഒരു ശിഷ്യനായിരുന്ന ആൽഫ്രഡ് ആഡ്ലർ എന്ന ഒരാൾ അന്ന് തന്നെ ഈ ഗ്രൂപ്പ് സമീപനം തുടങ്ങി വെച്ചു. എങ്കിലും അതിന് അക്കാലത്ത് വലിയ പ്രചാരം കിട്ടിയില്ല. 1965 കമ്മ്യൂണിറ്റി സൈക്കോളജി രൂപം പ്രാപിച്ചത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് എടുത്ത് പറയപ്പെടുന്നില്ല, എങ്കിലും സരസൻ എന്നു പേരുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഇതിന് ലീഡർഷിപ്പ് കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞൻ ഒരു സമയത്ത് ഒരാളെ കാണുന്നത് ഒരു മെഡിക്കൽ മോഡലിൻ്റെ തുടർച്ചയാണ്. ഒരു ഡോക്ടർ ഒരു രോഗിയെ കണ്ട് അയാളുടെ രോഗനിർണയം നടത്തി ചികിത്സിക്കുന്ന ഒരു രീതിയുടെ ഒരു തുടർച്ചയായിട്ടാണ് മനഃശാസ്ത്രത്തിൽ ഇത് വന്നത്. കമ്മ്യൂണിറ്റി സൈക്കോളജിയിൽ നേരെ മറിച്ച് ഈ ഗ്രൂപ്പ് അപ്രോച്ചിനാണ് പ്രാധാന്യം. മനഃശാസ്ത്രജ്ഞൻ ഒരാളെ ആദ്യം കണ്ടാലും ഈ കൗൺസിലിങ്ങും മറ്റും പ്രധാനമായിട്ടും നടക്കുന്നത് ഗ്രൂപ്പ് സെറ്റിങ്ങിലാണ്. ഈ ഗ്രൂപ്പുകളെല്ലാം ഒരേ തരത്തിലുള്ളതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരേ പ്രശ്നമുള്ള കുറേ പേരെ ഒരുമിച്ചിരുത്തി ആയിരിക്കാം മനഃശാസ്ത്രജ്ഞൻ കൗൺസിലിംഗ് നടത്തുന്നത്. ഈ കമ്മ്യൂണിറ്റി സൈക്കോളജി ഇന്ന് വലിയ ഒരു പ്രസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ 27ാമത്തെ ഡിവിഷനാണ് കമ്മ്യൂണിറ്റി സൈക്കോളജി. പിന്നെ ഈ ഗ്രൂപ്പ് അപ്രോച്ചിനും വലിയ പ്രാധാന്യം അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ കൊടുക്കുന്നുണ്ട്. അതിനൊരു സെപ്പറേറ്റായിട്ട് പ്രൊഫഷണൽ ഗ്രൂപ്പ് തന്നെ ഉണ്ട്. APA ഗ്രൂപ്പ് 49, ഗ്രൂപ്പ് സൈക്കോളജി ആൻഡ് ഗ്രൂപ്പ് സൈക്കോതെറാപ്പി എന്നാണ് ഇതിൻ്റെ പേര്. ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ ഈ തുല്യ പ്രശ്നമുള്ള കുറേ പേരുടെ ഗ്രൂപ്പിലേക്കാണ് റെഫർ ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി സൈക്കോളജി വരുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതായത് തുല്യ പ്രശ്നമുള്ളവരെ ഒരുമിച്ച് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൗൺസിൽ ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്ന രീതി. ആദ്യം പ്രൊഫഷണൽസ് ഇത് അംഗീകരിച്ചിരുന്നില്ല.
എങ്കിലും ഒരുപാട് ഗവേഷണം നടന്നപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് വഴി ഒരുപാട് റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടെയാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് ഗ്രൂപ്പിന് അംഗീകാരം കിട്ടിയത്. ഈ ആൽക്കഹോളിസം തുടങ്ങിയ മദ്യപാനം തുടങ്ങിയ പ്രശ്നങ്ങൾക്കാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഏറ്റവും കൂടുതൽ പ്രയോജനമായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കമ്മ്യൂണിറ്റി സൈക്കോളജിയിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഒരു പ്രൊഫഷണൽ സൂപ്പർവിഷനിലാണ് ഇത് നടക്കുന്നത്. അതായത് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ മേൽനോട്ടം ഈ പരിപാടിയിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിലുള്ള ചില പോരായ്മകൾ ഇതുകൊണ്ട് പരിഹരിക്കപ്പെടും. പിന്നെ ഈ ഗ്രൂപ്പ് അപ്രോച്ച് എപ്പോഴും ഈ തുല്യ പ്രശ്നമുള്ളവരായിരിക്കണമെന്നില്ല. ചിലപ്പോൾ വോളണ്ടിയേഴ്സ് ഈ ഗ്രൂപ്പിൽ മെമ്പേഴ്സായെന്ന് വരാം. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സ്പെയർ ടൈം കാണും. മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ സഹായിക്കാനും അവരെ കൗൺസിൽ ചെയ്യാനും ഒക്കെ വോളണ്ടിയേഴ്സ് വരും. അങ്ങനെയുള്ള വോളണ്ടിയേഴ്സിനെ ചിലപ്പോൾ ഗ്രൂപ്പിൽ അംഗമാക്കിയെന്ന് വരാം. പിന്നെ വോളണ്ടിയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ചിലപ്പോൾ കൗൺസിലിംഗ് നടത്തിയെന്ന് വരാം. ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഈ കമ്മ്യൂണിറ്റി സൈക്കോളജിയുടെ പരിപാടികളിൽ പങ്കെടുത്തെന്ന് വരാം. കമ്മ്യൂണിറ്റി സൈക്കോളജിക്കാർ നടത്തിയ ഒരുപാട് ഗവേഷണ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ഒരു മനഃശാസ്ത്രജ്ഞൻ ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ ആളുകളെ കണ്ടുകൊണ്ടിരുന്നാൽ അയാൾക്ക് പെട്ടെന്ന് ജോബ് ബേൺ ഔട്ട് സംഭവിക്കാം. അതായത് അയാളുടെ സെൻസിറ്റിവിറ്റി മരവിച്ച് പോയെന്ന് വരാം. ഈ പെട്ടെന്ന് മടുപ്പുണ്ടാക്കുന്ന ഒരു പ്രൊഫഷനാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം നേരെ മറിച്ച് ഈ പ്രശ്നക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൗൺസിൽ ചെയ്യുമ്പോൾ അവരവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ താല്പര്യമുള്ളതുകൊണ്ട് മറ്റൊരാളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ അവർക്ക് താല്പര്യം കാണും. അപ്പോൾ ഓതൻറ്റിക്കായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അവിടെ നടക്കാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. പിന്നെ വോളണ്ടിയേഴ്സ് ആയാലും അവർക്ക് ബേൺ ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഈ പരിപാടി നിർത്തും. അവർ വീണ്ടും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഇപ്പോഴും ഈ കാര്യത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗവേഷണ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ഈ വോളണ്ടിയേഴ്സ് അവർ ചിലപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കാം, ചെറുപ്പക്കാരായിരിക്കാം. എന്നാൽ പോലും അവർക്ക് ഇതിനകത്തൊരു താല്പര്യമുണ്ടെങ്കിൽ അവരായിരിക്കാം ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ കൗൺസിലറിനേക്കാളും നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കുന്നത്. കമ്മ്യൂണിറ്റി സൈക്കോളജി എന്ന പേരിലും അല്ലാതെയും ഇന്ന് ഈ കൗൺസിലിംഗ് രംഗത്ത് ഈ ഗ്രൂപ്പ് പരിപാടികളുടെ പ്രാധാന്യം കൂടി വരികയാണ്. പിന്നെ ഈ ഗ്രൂപ്പ് പരിപാടികളുടെ മറ്റൊരു പ്രത്യേകത, ഈ പല പ്രശ്നങ്ങളും ഈ സംസാരിച്ചാൽ മാത്രം തീർന്നെന്ന് വരികയില്ല. സംസാരിക്കുന്നതുകൊണ്ട് ഒരു കത്താർസിസ് അല്ലെങ്കിൽ ഒരു റിലീഫ് കിട്ടുമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ മറ്റു തരത്തിലുള്ള ഇടപെടൽ ആവശ്യം ആയിരിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാളുടെ പ്രശ്നം സാമ്പത്തികമാണെങ്കിൽ അതിന് പണം കൊടുത്തേ മതിയാവും. വേറൊരാളുടെ ഒരു പ്രശ്നം ശാരീരിക രോഗമാണെങ്കിൽ അതിന് ചികിത്സ ആവശ്യമാണ്. ഇപ്പോൾ അയാളും വേറൊരാളും തമ്മിലുള്ള ഒരു വൈകാരിക പ്രശ്നമാണെങ്കിൽ അതിന് ഇയാളുടെ വീട്ടിൽ പോവുകയോ ഇയാളുടെ സുഹൃത്തുക്കളെ കാണുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അതൊന്നും ഈ സെൻറ്ററിലേക്ക് വന്നെന്ന് വരികയില്ല. അപ്പോൾ ഈ ഗ്രൂപ്പ് അപ്രോച്ചിൻ്റെ ഒരു ഗുണം, ഈ ഗ്രൂപ്പിലുള്ളവർ ഈ ചിലപ്പോൾ പണം കൊടുത്ത് സഹായിച്ചെന്ന് വരും, അല്ലെങ്കിൽ ജോലി കൊടുത്തെന്ന് വരും ജോലിയില്ലാത്ത ആൾക്ക്. പിന്നെ അവരുടെ വീട്ടിൽ പോയി വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നത് ആവശ്യമാണെങ്കിൽ അവരോട് സംസാരിച്ചെന്ന് വരും.
അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സാമൂഹ്യമായ ഇടപെടലുകൾ ഈ ഗ്രൂപ്പ് വഴി നടത്താൻ എളുപ്പമാണ്. പിന്നെ ഒരുപാട് പേരുടെ സപ്പോർട്ടെന്നുള്ള ഒരു തോന്നൽ തന്നെ ഈ പ്രശ്ന പരിഹാരത്തിന് പലപ്പോഴും സഹായകമാകും. കാരണം പല ആളുകളുടെയും പ്രശ്നങ്ങൾ ഈ സാമൂഹ്യമായിട്ടുള്ള അംഗീകാരത്തിൻ്റെ കുറവായിരിക്കാം. അപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ മുഴുവനും കൂടെ ഒരാളിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുകയാണെങ്കിൽ ആ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടെന്ന് വരാം. അപ്പോൾ ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമീപനമാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങിൻ്റെ ഗുണങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാനും അതേ സമയത്ത് തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യും. പിന്നെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് വളരെ കോസ്റ്റ്ലിയാണ്. കാരണം ഒരു പ്രൊഫഷണലിൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരു ഗ്രൂപ്പ് സെറ്റിങ്ങിൽ കൂടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനകത്തും പുറത്തും ഈ സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ ഒരു മദ്യപാനിക്ക് ഈ രാത്രി സമയത്ത് കുടിക്കണമെന്ന് തോന്നിയാൽ ഗ്രൂപ്പിൽ പരിചയപ്പെട്ട ഒരാളിനെ ഫോൺ ചെയ്ത് അവർ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൗൺസിൽ ചെയ്തെന്ന് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു 24 മണിക്കൂർ സപ്പോർട്ട് കിട്ടാനും ഇവിടെ സാധ്യതയുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി സൈക്കോളജിയുടെ വേറൊരു പ്രധാനപ്പെട്ട ലക്ഷണം അല്ലെങ്കിൽ പ്രത്യേകത ഈ നമ്മളുടെ സിസ്റ്റവുമായിട്ട് ഉള്ള ഇടപെടലാണ്. നമ്മുടെ എക്കണോമിക് സിസ്റ്റം, നമ്മളുടെ രാഷ്ട്രീയ സംവിധാനം, ഇതെല്ലാം മനുഷ്യരുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ മനുഷ്യരുടെ മാനസികമായ ക്ഷേമാവസ്ഥ, വളർച്ച, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് കമ്മ്യൂണിറ്റി സൈക്കോളജിക്കാർ അംഗീകരിക്കുന്നു. അപ്പം നമ്മളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടത് ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഈ കമ്മ്യൂണിറ്റി സൈക്കോളജിക്കാർക്ക് തോന്നിയെന്ന് വരാം. അപ്പോൾ ഇതിന് വേണ്ട പബ്ലിസിറ്റി കൊടുക്കുക. അപ്പോൾ പ്രശ്നങ്ങൾ സാമ്പത്തിക ക്രമത്തിലാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനത്തിലാണോ എന്തൊക്കെ കണ്ടെത്തുകയും അതിന് വേണ്ട പബ്ലിക് ഒപ്പീനിയൻ സംജാതമാക്കുകയും ഒക്കെ ചെയ്യുന്നത് കമ്മ്യൂണിറ്റി സൈക്കോളജിയുടെ തന്നെ ജോലിയായിട്ടാണ് കരുതുന്നത്. ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ക്ഷേമാവസ്ഥയ്ക്ക് വേണ്ട മാറ്റങ്ങൾ ആ സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളത് കമ്മ്യൂണിറ്റി സൈക്കോളജിയുടെ ഭാഗം തന്നെയാണ്. അപ്പം ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി സൈക്കോളജിക്ക് ഇതുവരെ വേണ്ടത്ര ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. കാരണം ഇത് ആരംഭിച്ചത് തന്നെ 1965 അടുപ്പിച്ചാണ്. ഇന്ന് ഇന്ത്യയിലെ മിക്ക മനഃശാസ്ത്ര കോഴ്സുകളിലും പഴയ രീതിയിലുള്ള എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ടെസ്റ്റിങ്, ഇതിനൊക്കെയാണ് മുൻതൂക്കം. വാസ്തവത്തിൽ ഏത് സൈക്കോളജി കോഴ്സിലും, അത് ഗ്രാജുവേറ്റ് ലെവലായാലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലായാലും, കമ്മ്യൂണിറ്റി സൈക്കോളജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊരു കോർ സബ്ജക്റ്റ് ആയിരിക്കണം, ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിരിക്കണം. പിന്നെ ഒരു കമ്മ്യൂണിറ്റി സൈക്കോളജി സെൻറ്റർ എല്ലാ മനഃശാസ്ത്ര ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ കമ്മ്യൂണിറ്റി സൈക്കോളജി ഓറിയൻറ്റേഷനിലായിരിക്കണം. നിരന്തരം അവിടെ പ്രശ്നക്കാർ വരികയും, പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വ വളർച്ചയും ഒരു പ്രധാന വിഷയം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നവർക്ക് വ്യക്തിത്വ വികസനത്തിന് വേണ്ട പരിപാടികൾ നടത്തുക, പ്രശ്നപരിഹാരം, കൗൺസിലിങ്, ഇതെല്ലാം ഗ്രൂപ്പ് സെറ്റിങ്ങിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള പരിശീലനം കൊടുക്കാനും ഈ സെൻറ്ററുകൾ ഉപകരിക്കും.
അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു മാറ്റം ഈ വിദ്യാഭ്യാസ രംഗത്ത്, അത് ഈ കോഴ്സുകളിലായാലും ഗവേഷണ മേഖലയിലായാലും ഈ കമ്മ്യൂണിറ്റി സൈക്കോളജി കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എങ്കിലേ ഒരു വാസ്തവത്തിലുള്ള ഒരു ചലനം സമൂഹത്തിൽ സൃഷ്ടിക്കാൻ മനഃശാസ്ത്രത്തിന് കഴിയും.